ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റോബസ്റ്റ് പഴവും തേങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 4 റോബസ്റ്റ് പഴം എടുത്തിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏത് പഴത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന പഴമൊന്നുമില്ല. എൻ്റെ ഈ ഒരു റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ ചെയ്തെന്ന് മാത്രം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം മുഴുവനും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മണത്തിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലോ പശുവിൻ പാലോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സിനെ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നന്നായിട്ട് നൈസായിട്ട് അരഞ്ഞു കിട്ടിയിട്ടില്ല. ചെറുതായിട്ട് പഴം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറവ് വേണമെന്നുണ്ടെങ്കിലും കുറവാക്കി കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അത് ഞാനിവിടെ 2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഞാനിവിടെ 100 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ഈ ഒരു പലഹാരത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരകി എടുക്കുക. ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ചിരകിയ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ചൊന്ന് സെറ്റാക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്ക് ചെയ്തെടുക്കണം എന്നുള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലാത്തൊരു ആവിയിൽ വേവിച്ചെടുക്കണമെന്നുള്ളവർക്ക് ഇഡ്ഡലി ചെമ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുത്തതാണിത്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഇടയ്ക്കൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടോ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തോന്നാണ്. ഞാനിത് ഇവിടെ ട്രേയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ റോബസ്റ്റ് പഴമോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേത് പഴമോ ഇരുന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കും. ഇതുണ്ടാക്കിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ പിന്നെ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.